കസ്തൂർബ സ്കൂൾ ഓഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ ലേസി ഡേസി സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇവിടെ ഒരു എംബ്രോയ്ഡറി ഡിസൈനിൽ ഡയറക്റ്റ് ചെയ്യുകയെന്ന് കുറച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കിതിനകത്ത് നോക്കാം. അപ്പോൾ ഡിസൈനിലേക്ക് നേരിട്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു 3 സ്റ്റാൻഡ്സ് ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം 6 സ്റ്റാൻഡ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഭംഗി കിട്ടില്ല, ഒരു തടിച്ചങ്ങനെ ഇരിക്കും. പൂക്കൾ അത് മാത്രമല്ല, പൂക്കൾ എപ്പോഴും ചെറുതായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലൊരു റൗണ്ട് എപ്പോഴും വരയ്ക്കണം. ലേസി ഡേസി ചെയ്യുമ്പം ഇതുപോലെ റൗണ്ട് വരച്ചിട്ട് ആ റൗണ്ട് ഇതുപോലെ 4 സൈഡിൽ ഇങ്ങനെ അതിന് കറക്റ്റായിട്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒരു മാർക്ക് ഇടണം. അത് നമ്മൾ സർക്കിൾ സെറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ഇവിടെ, പിന്നെ ഒരു സ്റ്റിച്ച് ഇവിടെ, പിന്നൊന്ന് ഇവിടെ, പിന്നൊന്ന് ഇവിടെ, പിന്നെ ഓരോന്ന് ഇതിൻ്റെ ഇടയ്ക്കിൽ ഒന്നിവിടെ, 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 ഇങ്ങനെ ചെയ്താൽ മതി. അതുപോലെയാണ് എല്ലാ സ്റ്റിച്ചും ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലീഫ് ഇവിടെ ലേസി ഡേസി കൊണ്ട് തന്നെ ചെയ്തത്, സ്റ്റെം സ്റ്റിച്ച് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്ററിൽ ഇങ്ങനെ എടുത്തിട്ടാണ്. ഇത് 4 പാർട്ടീഷൻ കൊടുത്തിട്ടില്ലേ, ആ 4 പാർട്ടീഷനിലേക്ക് ഓരോ പെറ്റൽ സ്റ്റിച്ച് ചെയ്യണം. നടുക്കുന്നിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ വലിയൊരു ചെയിൻ സ്റ്റിച്ച്. ശരിക്കും പറഞ്ഞാൽ ലേസി ഡേസി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരുപാട് ടൈറ്റ് ആക്കരുത്. താഴോട്ട് കുത്തിയെടുക്കുക, വീണ്ടും സെൻറ്ററിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നടുക്കുന്ന കുത്തുക. നമ്മുടെ എംബ്രോയ്ഡറി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റെം സ്റ്റിച്ച് വെച്ചാണ് ചെയ്തത്. ഈ ഡിസൈൻ അല്ലെങ്കിൽ ഈ എംബ്രോയ്ഡറി സ്റ്റിച്ച് നമുക്ക് സാരിയിലും ചുരിദാറിലും മറ്റുള്ള ഡ്രസ്സിലൊക്കെ ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇതെനിക്ക് ഒരു അരമണിക്കൂർ പോലും എടുത്തിട്ടില്ല ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു.